ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി മട്ടർ പനീറിന്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ പനീർ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് പനീർ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പനീർ നമുക്ക് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ പനീർ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല. നമ്മളിത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അരച്ചിട്ടെടുക്കാനുള്ളതാണ്. ഇനി സവാള നമുക്കൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-15 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ചിട്ടതാണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും 2 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് ഇതുപോലെ അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ ഒന്നും കൂടെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറി ഒന്ന് നന്നായിട്ട് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നന്നായിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതിയായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് തുറന്നിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയും അതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ അരച്ചിട്ടെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ കടായിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ 3 ഗ്രാമ്പു, ഒരു പച്ച ഏലക്ക, അതുപോലെ തന്നെ ഒരു കറുത്ത ഏലക്ക. കറുത്ത ഏലക്ക ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിന് പകരം 2 പച്ച ഏലക്ക കൂടെ കൂട്ടി എക്സ്ട്രാ എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നില്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് തീ വീണ്ടും കത്തിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികൾ ഒട്ടും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയുടെയും അതുപോലെ ഉള്ളിയുടെയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഗ്രേവി, അതായത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിൽ, സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവം വരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവി. അത്യാവശ്യം സമയം എടുത്ത് തന്നെ വരട്ടിയെടുക്കപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഇതാ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഞാനിവിടെ ഫ്രഷ് മട്ടർ, അതായത് ഫ്രഷ് പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 3/4 കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പീസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. പീസിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്തി കിട്ടിക്കോളും. അപ്പം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ തുറന്ന് നോക്കുന്ന സമയത്ത് പീസൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പനീർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം.
ഇപ്പോൾ തുറന്ന് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ക്രീമി ആയിട്ടുള്ള മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ നാനിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ നന്നായിട്ടൊരു കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.